ഹായ് ഓൾ, വെൽക്കം ടു PSC റാങ്ക് അപ്പ്. ഇന്ന് നമുക്ക് ഇപ്പോൾ PSC പരീക്ഷകളിലെ സ്ഥിരമായ ചോദ്യമായ ലോകമഹായുദ്ധങ്ങളെപ്പറ്റി നോക്കാം. ഇത് സാമൂഹ്യശാസ്ത്രം ഭാഗം 1 ക്ലാസ് 10 2025 എഡിഷനിലെ ചാപ്റ്റർ 4 ആണ് നമ്മൾ നോക്കുന്നത്. സമ്പത്തും ലോകവും. നമ്മൾ ഓൾറെഡി ചാപ്റ്റർ 2 പഠിച്ചു കഴിഞ്ഞു. ഫ്രഞ്ച് റവല്യൂഷനെ ബേസ് ചെയ്തായിരുന്നു അത്. സമ്പത്തും ലോകവും എന്ന ചാപ്റ്റർ ലോകമഹായുദ്ധങ്ങളെ പറ്റിയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് അതാണ്. അപ്പോൾ നമ്മൾ ആ പോർഷനാണ് നോക്കുന്നത്. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും അതിനുശേഷം ലോകത്തുണ്ടായ മാറ്റങ്ങളും എല്ലാമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ ടെക്സ്റ്റിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. സമ്പത്തും ലോകവും. ലോകം തുറക്കുകയും അതിൻ്റെ നിധിശേഖരങ്ങളും അതിശയങ്ങളും പ്രദർശിപ്പിക്കുകയും ചെയ്ത അക്കാലം എത്ര അത്ഭുതകരമായിരുന്നിരിക്കണം. സമുദ്രങ്ങളും പുത്തൻ ഭൂഖണ്ഡങ്ങളും അളവറ്റ സമ്പത്തുകളും എല്ലാം തുറക്കൂ സീസയം എന്ന ഒറ്റ മാന്ത്രിക വചനത്തിനായി കാത്തിരുന്ന പോലെ ഒന്നൊന്നായി കണ്ടുപിടിക്കപ്പെട്ടു. അന്തരീക്ഷം പോലും ഈ സാഹസികതയുടെ മാന്ത്രികതയിൽ നിറഞ്ഞിരിക്കാം. ഇത് ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ്. 15-ാം നൂറ്റാണ്ടിലെ സാഹസികമായ ഭൂമിശാസ്ത്ര പര്യവേക്ഷണങ്ങളെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിൽ നടത്തുന്ന പരാമർശമാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചോദ്യം വരാവുന്നത് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആരുടെ പുസ്തകമാണെന്നാണ്. ജവഹർലാൽ നെഹ്റു. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. അടുത്തത് നമുക്ക് പഠിക്കാവുന്ന ഒന്നാം ലോക മഹായുദ്ധം. ഇതിന് കാരണം എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. 1914 ജൂൺ 28 ഓസ്ട്രിയ ഹംഗറി, അത് ഒരു രാജ്യമായിട്ട് കണക്കാക്കുക, ഓസ്ട്രിയ ഹംഗറിയുടെ ആർച്ച് ഡ്യൂക്കായിരുന്ന ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ സാരായാവോയിൽ വെച്ച് പ്രിൻസപ്പ് എന്ന സൈബീരിയക്കാരൻ കൊല ചെയ്തതിൻ്റെ കാരണമാണ് നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള കാരണമായി കണക്കാക്കുന്നത്. 1914 മുതൽ 1918 വരെ നടന്ന ഒന്നാം ലോകയുദ്ധത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ഈ കൊലപാതകമാണ്. ശരി, പ്രത്യക്ഷമായോ പരോക്ഷമായോ എല്ലാ രാജ്യങ്ങളും പങ്കെടുത്ത ആദ്യ യുദ്ധമായിരുന്നു ഇത്. യുദ്ധത്തിലേക്ക് നയിച്ച മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കാരണം എന്താണ്? ഫ്രാൻസിസ് ഫെർഡിനൻഡിൻ്റെ കൊലപാതകം. രണ്ടാമത്തെ കാരണം സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കിടമത്സരമാണ്. പഴയ സാമ്രാജ്യത്വ രാജ്യങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങളെ പിടിച്ചെടുത്താൽ മാത്രമേ പുതിയ സാമ്രാജ്യത്വ ശക്തികൾക്ക് തങ്ങളുടെ ഉദ്യമത്തിൽ വിജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സാമ്പത്തിക വ്യാവസായിക രംഗങ്ങളിൽ ജർമ്മനി കൈവരിച്ച അഭൂതപൂർവമായ മുന്നേറ്റം ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും ആശങ്കപ്പെടുത്തി. അപ്പോൾ ജർമ്മനിക്ക് മുന്നേറ്റമുണ്ടായത് ഓൾറെഡി സാമ്രാജ്യത്വ ശക്തിയായിരുന്ന ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും ആശങ്കപ്പെടുത്തി. അപ്പോൾ ആഫ്രിക്കയും ഏഷ്യയും ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കോളനികളായിരുന്നതിനാൽ തുർക്കിയുടെ നിയന്ത്രണത്തിലായിരുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പ്രദേശങ്ങളിലേക്കായിരുന്നു ജർമ്മനി കണ്ണുവെച്ചത്. അപ്പോൾ ജർമ്മനി എവിടെയാണ് നമ്മൾ സാമ്രാജ്യത്വം ഉണ്ടാക്കാൻ നോക്കിയത്? തുർക്കിയിലാണ്. അപ്പോൾ തുർക്കിയിൽ ബെർലിൻ ബാഗ്ദാദ് റെയിൽവേ പാത അവർ ആസൂത്രണം ചെയ്തു, ജർമ്മനി. അങ്ങനെ ഇത് തങ്ങളുടെ സ്വാധീന മേഖലകളുടെ സുരക്ഷയെ ബാധിക്കുമോ എന്ന ആശങ്ക ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നീ രാജ്യങ്ങൾക്കുണ്ടായി. അങ്ങനെ സംഘർഷങ്ങളും ശത്രുതയും വളർന്നു. ഇപ്പോൾ പേര് കേട്ടല്ലോ, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. നമുക്ക് ഫ്രാൻസ്, UK, റഷ്യ എന്ന് ഓർത്ത് വെച്ചാൽ, നമ്മൾ FUR എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ ത്രികക്ഷി സൗഹാർദ്ദമായിട്ട് ഓർത്ത് വയ്ക്കുക. ഇനി മൂന്നാമത്തതാണ് തീവ്ര ദേശീയത. സ്വന്തം രാജ്യത്തോടുള്ള അമിതവും വൈകാരികവുമായ സ്നേഹം, അതിൻ്റെ മഹത്വവൽക്കരണം. ഇതാണ് തീവ്ര ദേശീയത. ഒരു വംശത്തിൽപ്പെട്ട ജനങ്ങൾ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം തങ്ങളുടേതാണെന്ന വാദം. തീവ്ര ദേശീയത കാണിച്ചുകൊണ്ടിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു ജർമ്മനി, സെർബിയയൊക്കെ. ഓക്കെ, ഇത് അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് വളർന്നത് ജർമ്മനി, സെർബിയ പോലുള്ള രാജ്യങ്ങളിലാണ്. അതിന് ഉദാഹരണങ്ങൾ നോക്കാം. പാൻ സ്ലാവ് പ്രസ്ഥാനവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും. ഓക്കെ, പാൻ സ്ലാവും പാൻ ജർമ്മൻ പ്രസ്ഥാനവും ഇങ്ങനെ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങളാണ്. പാൻ സ്ലാവ് എന്താണെന്ന് നോക്കാം. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണിത്. ഇതെവിടെയാണ് പാൻ സ്ലാവ് എന്ന്? കിഴക്കൻ യൂറോപ്പ്, ഈസ്റ്റ് യൂറോപ്പ്. അവിടെ സ്ലേവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണിത്. ബാൽക്കൺ രാജ്യമായ സെർബിയ ഇതിന് നേതൃത്വം നൽകിയതാണ്. നമ്മൾ പറഞ്ഞു ജർമ്മനിയും സെർബിയയും ഇതുപോലെ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയവരാണ്. അപ്പോൾ സെർബിയയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. റഷ്യ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അപ്പോൾ സെർബിയനെ പിന്തുണച്ചത് റഷ്യ നിൽപ്പുണ്ട്. ഓക്കെ, ഇനി പാൻ ജർമ്മൻ നോക്കാം. പാൻ ജർമ്മൻ ജർമ്മനിയുടെ നേതൃത്വത്തിലാണ്. ഇത് മധ്യ യൂറോപ്പിലാണ്. കിഴക്ക് യൂറോപ്പിൽ പാൻ സ്ലാവ് ആണെങ്കിൽ മധ്യ യൂറോപ്പിലാണ് പാൻ ജർമ്മൻ. ബാൽക്കൺ മേഖലയിലും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ പാൻ ജർമ്മൻ പ്രസ്ഥാനം ഏത് വംശജർക്ക് വേണ്ടിയായിരുന്നു? ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക, ട്യൂട്ടോണിക് വംശജരെ. ഇനി സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം.
കോളനികൾക്കായുള്ള മത്സരവും തീവ്രദേശീയതയും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ യൂറോപ്പിലെ രാജ്യങ്ങൾക്കിടയിൽ പരസ്പരം ഭയവും സംശയവും ജനിപ്പിച്ചു. കാരണം ഇവർ ഭയങ്കര തീവ്രദേശീയമായിട്ടുള്ളവരാണ്, എല്ലാവരും ചുറ്റിനുള്ളവരെന്ന് എല്ലാവർക്കും അറിയാം. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന നാളുകളിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇടയിൽ പരസ്പരം ഇവർ നമ്മൾ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഭയം സംശയമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് രാജ്യങ്ങളെ സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ നല്ല ശക്തരായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പ്രേരണയായത് ഈ ഭയം. അങ്ങനെ 2 സൈനിക സഖ്യങ്ങളുണ്ടായി. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. 3 പേര് വെച്ചുള്ള 2 ടീമായിട്ടാണ് വന്നത്. ഒരെണ്ണം സഖ്യം, ഒരെണ്ണം സൗഹാർദ്ദം. ത്രികക്ഷി സഖ്യത്തിന് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയും. ത്രികക്ഷി സൗഹാർദ്ദം ട്രിപ്പിൾ എൻറ്റിറ്റി. അപ്പോൾ ട്രിപ്പിൾ അലയൻസിലെ എ ഓർത്ത് വയ്ക്കുക. ത്രികക്ഷി സഖ്യമാണ്, സഖ്യം അലയൻസ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൽ GIA ആണുള്ളത്. ജിയ എന്ന് പഠിക്കുക. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ. ഈ ഓസ്ട്രിയ ഹംഗറി ഒറ്റ രാജ്യമായിട്ട് കണക്കാക്കുക. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ. ഇനി ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഫ്രണ്ട്സിനെ ഓർത്താൽ F ഉള്ളതാണെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു UK എന്ന് ഓർക്കണം, ഇംഗ്ലണ്ടിനെ. അപ്പോൾ ഫർ എന്ന് നമുക്ക് പഠിക്കാം. കാരണം FU റഷ്യ, FUR ഫ്രാൻസ്, UK റഷ്യ. ഇതാണ് ത്രികക്ഷി സൗഹാർദ്ദം അല്ലെങ്കിൽ ട്രിപ്പിൾ എൻറ്റിറ്റി. അപ്പോൾ ട്രിപ്പിൾ അലയൻസിൽ A ഉണ്ട്. A ഉണ്ടെങ്കിൽ ജിയ, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഫ്രണ്ട്സിനെ ഓർക്കുക. സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ എൻറ്റിറ്റി എന്നാണ്. ഫ്രണ്ട്സ് എന്ന് ഓർത്താൽ ഫ്രാൻസ്, UK റഷ്യ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ 2 സഖ്യങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷങ്ങളുണ്ടായി. ഒരു രാഷ്ട്രത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശമോ കോളനിയോ മറ്റൊരു രാഷ്ട്രം പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് പലപ്പോഴും സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്. അതായത് ഒരു രാജ്യത്തിൻ്റെ കയ്യിലുള്ള രാഷ്ട്രം മറ്റൊരു രാഷ്ട്രം ആ പ്രദേശം പിടിച്ചെടുക്കാൻ ശ്രമിക്കും. ഇതാണ് ഈ സംഘർഷങ്ങൾക്ക് കാരണം. അപ്പോൾ സൈനിക സഖ്യങ്ങളാണല്ലോ ഇവരെല്ലാം. ഏതെങ്കിലും ഒരു രാജ്യം ഉൾപ്പെട്ട സംഘർഷങ്ങളിൽ മറ്റു രാജ്യങ്ങൾ കൂടി പങ്കുചേരുമ്പോൾ ഈ പ്രതിസന്ധി രൂക്ഷമാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓസ്ട്രിയ ഹംഗറിയുടെ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡ് കൊല്ലപ്പെട്ടതാണല്ലോ. നമ്മൾ പറഞ്ഞ സെർബിയൻ പൗരനായ ഗാവ്ലോ പ്രിൻസപ്പാണ് വധിച്ചത്. ഇതാണല്ലോ കാരണം ഈ 1-ാം ലോകമഹായുദ്ധം തുടങ്ങാൻ. നമ്മൾ പറഞ്ഞു പാൻസ്ലാവ് പ്രസ്ഥാനത്തിൽ സെർബിയയെ പിന്തുണച്ചത് റഷ്യയാണെന്ന്. സെർബിയയാണ് അതിന് നേതൃത്വം കൊടുത്തത്, അതിനെ പിന്തുണച്ചത് റഷ്യയാണ്. അപ്പോൾ സെർബിയക്കാരനായ ഗാവ്ലോ പ്രിൻസപ്പ് ഓസ്ട്രിയയിലെ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ വധിച്ചപ്പോൾ അത് ത്രികക്ഷി സഖ്യത്തിലെ ഓസ്ട്രിയയെയും ത്രികക്ഷി സൗഹാർദ്ദത്തിലെ റഷ്യ ബാക്കപ്പ് ചെയ്യുന്ന സെർബിയ. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധമായിട്ടത് മാറും. അപ്പോൾ ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ സെർബിയയെ ബാക്ക് ചെയ്തുകൊണ്ടിരുന്ന റഷ്യ, ട്രിപ്പിൾ എൻറ്റിറ്റിയിലുള്ള റഷ്യ എന്ത് ചെയ്യും? യുദ്ധം പ്രഖ്യാപിക്കും. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിലുള്ള ആളാണ് ഓസ്ട്രിയ. അപ്പോൾ ഇവർ തമ്മിലുള്ള യുദ്ധമായിട്ട് 1914 ജൂലൈ 28 ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. വധിച്ചതെന്നാണ്. അപ്പോൾ 1914 ജൂലൈ 28 ഓസ്ട്രിയ ഹംഗറി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ സെർബിയ എന്ന് പറയുമ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിലും ഓസ്ട്രിയ ഹംഗറി ത്രികക്ഷി സഖ്യത്തിലുമാണുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി? കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. 1-ാം ലോകമഹായുദ്ധം കൊണ്ട് എന്തുണ്ടായി? കാർഷിക വ്യവസായ മേഖലകൾ തകർന്നു. യൂറോപ്യൻ മേധാവിത്വത്തിൻ്റെ തകർച്ച ആരംഭം കുറിച്ചു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടു. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ രൂപീകരണം ഉണ്ടായി, ലീഗ് ഓഫ് നേഷൻസ്. അടുത്തത് ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യ ഭരണത്തിലേക്ക് നീങ്ങി. സമഗ്രാധിപത്യം എന്നാണ് ടോട്ടാലിറ്റേറിയനിസം, സമഗ്രാധിപത്യം. അപ്പോൾ നമുക്ക് സർവ്വരാജ്യ സഖ്യം എന്താണ്? ലോക സമാധാനം സംരക്ഷിക്കുന്നതിന് എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന് ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റായ വൂഡ്രോ വിൽസൺ, ആ വേൾഡ് വാർ എന്ന് എഴുതുമ്പോൾ നമ്മൾ WW എന്നല്ല എഴുതുക, അതുപോലെ വൂഡ്രോ വിൽസണും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വൂഡ്രോ വിൽസണാണ് സർവ്വരാജ്യ സഖ്യം രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. 1920 ജനുവരി 10 ഇത് രൂപീകരിച്ചത്. ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. ഓക്കെ, ഇനി യൂറോപ്പിൽ സമഗ്രാധിപത്യത്തിൻ്റെ വളർച്ച. നമ്മൾ പറഞ്ഞു ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ സമഗ്രാധിപത്യം, ടോട്ടാലിറ്റേറിയനിസം ഭരണത്തിലേക്കാണ് നീങ്ങിയത്. ഈ ഇറ്റലിയും ജർമ്മനിയാണ് നമുക്കതിൽ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കേണ്ടത്. ഇനി ലിഡിയ മാക്സിമോവിക്സ് എന്നുള്ള ഒരു കുട്ടി പണ്ട് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വളർന്നതാണ്. അപ്പോൾ ആ കുട്ടി എഴുതിയൊരു ബുക്കാണ് എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ് എന്ന പുസ്തകത്തിൽ
അവിടെ നാസി ക്യാമ്പിൽ അവൾ നേരിട്ട അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ലിഡിയ മാക്സിമോവിക്സ്, എ ലിറ്റിൽ ഗേൾ ഇൻ ഓഷ്വിറ്റ്സ്. ഒന്നാം ലോക യുദ്ധം യൂറോപ്പിൽ സൃഷ്ടിച്ച സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൻ്റെ ഫലമായി സമഗ്രാധിപത്യത്തിന് ഊന്നൽ നൽകിയ പ്രസ്ഥാനങ്ങൾ ചില രാജ്യങ്ങളിൽ ഉയർന്നു വന്നു. ഓക്കെ, സമഗ്രാധിപത്യത്തിന് ഊന്നൽ നൽകിയ രാജ്യങ്ങൾ ചില രാജ്യങ്ങളിൽ വന്നു. എങ്ങനെയാണ്? ഒരാൾക്കും പൗരന്മാർക്കൊന്നും ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാവില്ല അവിടെ സമഗ്രാധിപത്യത്തിൽ. എല്ലാ നിയന്ത്രണവും ഭരണകൂടത്തിൻ്റെ കയ്യിലാണ് സമഗ്രാധിപത്യത്തിൽ. ഈ ആശയ സംഹിത രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുകയും പൗരർക്ക് അവകാശങ്ങളില്ലാതെ രാഷ്ട്രത്തിന് വേണ്ടി ജീവിക്കണമെന്ന നിലപാട് എടുക്കുകയും ചെയ്യുന്നു. ഓക്കെ, പൗരരുടെ സ്വകാര്യതയ്ക്ക് അവിടെ ഒരു വിലയുമില്ല. അവിടെ രാഷ്ട്രത്തെ അമിതമായി വാഴ്ത്തുക, ഭരണകൂടം ആണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും നിയന്ത്രണം സ്ഥാപിക്കും. ഇതിൻ്റെ സവിശേഷതകൾ ജനാധിപത്യമില്ല, സോഷ്യലിസത്തോട് വിയോജിപ്പ്, സ്വേച്ഛാധിപത്യ ഭരണത്തെ പിന്തുണയ്ക്കൽ, പിന്നെ തീവ്ര ദേശീയത, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യൽ, പിന്നെ യുദ്ധത്തെയും അക്രമത്തെയും മഹത്വവൽക്കരിക്കുക വരും. ഇനി നമുക്ക് ഫാഷിസം എന്താണെന്ന് നോക്കാം. ഫാസസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഫാഷിസം എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ ഇറ്റലിയിലാണ് ലാറ്റിൻ ഭാഷ, അപ്പോൾ ഇറ്റലിയിലാണ് ഫാസിസം. റോമൻ ചക്രവർത്തിമാരുടെ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കെട്ടുതണ്ടും അതിനു മുകളിൽ ഒരു മഴവുമാണ് ഫാസിസത്തിൻ്റെ ചിഹ്നം. ഇറ്റലിയിലും ജർമ്മനിയിലും വന്ന സമഗ്രാധിപത്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് സമഗ്രാധിപത്യം, ടോട്ടാലിറ്റേറിയനിസം എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഇവിടെ? രാജ്യത്തെ മഹത്വവൽക്കരിക്കുക, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക, ഭരണകൂടം എല്ലാവരുടെയും മേൽ, പൗരന്മാർക്കൊന്നും ഒരു സ്വാതന്ത്ര്യവുമില്ല. അപ്പോൾ നമ്മൾ ഇറ്റലിയിലാണ് ഫാസിസം, അത് ബെനിറ്റോ മുസോളിനിയാണ് എന്നൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു കോഡ് പറയാം. അപ്പോൾ നമ്മൾ ഇറ്റലിക്ക് ഇഡ്ഡലി എന്ന് വിചാരിക്കുക. എന്നിട്ട് അത് ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ, ആ ബി എടുക്കുക, അത് ബെനിറ്റോ മുസോളിനിയാണ്. ഓക്കെ, ബി ബെനിറ്റോ മുസോളിനി. ഇനി ഫാസ്റ്റ് എടുക്കുക, ഫാസിസം. അപ്പോൾ ഇഡ്ഡലി എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഓർത്താൽ ഇഡ്ഡലി ഇറ്റലി ആയിട്ട് ഓർക്കുക, ബ്രേക്ക്ഫാസ്റ്റ്. ബി ബെനറ്റോ, ഫാസ്റ്റിൻ്റെ എടുക്കുക, ഫാസിസം. അപ്പോൾ ഇത് ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി ആണെങ്കിൽ ജർമ്മനിയിൽ നമുക്കറിയാം അത് ഹിറ്റ്ലറാണ്. അവിടെ ഇറ്റലിയിൽ ഫാസിസം ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കണം? നാസിസം ആയിരിക്കണം. ഓക്കെ, ഇഡ്ഡലി ഒരു വെളുത്തൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? കറുപ്പ്. അപ്പോൾ ഇവിടെ കരിങ്കുപ്പായക്കാരാണ് ഉള്ളത്. അപ്പോൾ ഇറ്റലിയിൽ ആരാണുള്ളത്? കരിങ്കുപ്പായക്കാർ. കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘത്തെ രൂപീകരിച്ചത് എവിടെയാണ്? ഇറ്റലിയിലാണ്. അത് മുസോളിനിയാണ് ചെയ്തത്, ബെനിറ്റോ മുസോളിനി. ഓക്കെ, അപ്പോൾ ബെനിറ്റോ, ഫാസിസം, കരിങ്കുപ്പായക്കാർ എല്ലാം എവിടെയാണ്? ഇറ്റലിയിലാണ്. ഇവർ ഫാസിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചു. സോഷ്യലിസ്റ്റ്, തൊഴിലാളി, കർഷക പ്രസ്ഥാനങ്ങളോട് ഇവർക്ക് ശത്രുതയായിരുന്നു. ഓക്കെ, ഇനി ജർമ്മനിയിലോ ഇതിനെല്ലാം ഓപ്പോസിറ്റ് പറയുക നാസിസമാണ്, ഹിറ്റ്ലറാണ്. പിന്നെ ഇവിടെ തവിട്ട് കുപ്പായക്കാരാണ്, ബ്രൗൺ ഷർട്ട്സ്. ഓക്കെ, 1922 ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനി അധികാരം പിടിച്ചെടുത്തത്. എന്നാൽ ജർമ്മനിയിൽ 1923 ഹിറ്റ്ലർ അതിന് ശ്രമിച്ചെങ്കിലും തുറങ്കലിൽ അടയ്ക്കപ്പെട്ടു. പിന്നീട് 23 കഴിഞ്ഞ് 33 10 വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വന്നു. ഓക്കെ, ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റിനും സോഷ്യലിസ്റ്റിനും ജനാധിപത്യവാദത്തിനും ജൂതർക്കും എതിരായിരുന്നു. അവർക്കെതിരെ എല്ലാം നയം നടപ്പിലാക്കിയുള്ളതാണ്. അപ്പോൾ ജൂതർക്കെതിരായിരുന്നു ജർമ്മനിയായിരുന്നു. വെച്ച് ഓർത്തിരിക്കുക, ഹിറ്റ്ലർ ജൂതർക്കെതിരായിരുന്നു. അവരെല്ലാം ഇല്ലാതാക്കാനുള്ള നയം നടപ്പിലാക്കിയ ആളാണ്. ഓക്കെ, പിന്നെ ഇവിടെ ജർമ്മനിയിലെ തവിട്ട് കുപ്പായക്കാരല്ലാതെ ഉള്ളതാണ് ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേന. ഓക്കെ, പിന്നെ ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ രണ്ടാം ലോകയുദ്ധത്തിലേക്ക് നയിച്ചു. ഒന്നാം ലോകയുദ്ധത്തിലേക്ക് നയിച്ച കാര്യം നമ്മൾ പറഞ്ഞു, നമ്മുടെ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ പ്രിൻസപ്പ് കൊന്നതാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. അടുത്തത് നമുക്ക് വീണ്ടും യുദ്ധത്തിലേക്കെന്നുള്ള ഭാഗമാണ്. രണ്ടാം ലോകയുദ്ധം 1939 മുതൽ 1945 വരെ നടന്നതാണ്. എന്താണ് ഇതിന് പശ്ചാത്തലം? ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധിയാണ് വേഴ്സായ് ഉടമ്പടി. ഓക്കെ, വേഴ്സായ് ഉടമ്പടി എന്താണ്? സഖ്യകക്ഷികളുമായി ജർമ്മനി ഒപ്പുവെച്ച സമാധാന സന്ധി. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾ, അതായത് ത്രികക്ഷി സഖ്യം തോറ്റു. കാരണം ജർമ്മനിയൊക്കെ ഉൾപ്പെട്ട ത്രികക്ഷി സഖ്യം അവിടെ തോറ്റു. ത്രികക്ഷി സൗഹാർദ്ദമാണ് ജയിച്ചത്.
ഫ്രാൻസ്, ഇംഗ്ലണ്ട്, റഷ്യ. ഓക്കെ, അപ്പോൾ ജർമ്മനി തോറ്റത് കൊണ്ട് വേഴ്സായ് ഉടമ്പടി അല്ലെങ്കിൽ വേഴ്സോ പാക്റ്റ് എന്ന് പറയും ജർമ്മനി ത്രികക്ഷി സൗഹാർദ്ദവുമായിട്ട് ഒപ്പുവെച്ചു. അതിനനുസരിച്ച് ഈ ഉടമ്പടി പ്രകാരം ജർമ്മനിക്ക് കോളനികളും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന പ്രദേശങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. ജർമ്മനിയെ നിരായുധീകരിക്കുകയും യുദ്ധപ്പിഴയായി വൻതുക ജർമ്മനിയുടെ മേൽ ചുമത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ രണ്ടാം ലോകയുദ്ധം വേഴ്സായ് ഉടമ്പടിയോടും അതിൻ്റെ ശില്പികളോടുമുള്ള ജർമ്മൻ കലാപമായിരുന്നു. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിന് കാരണം എന്താണ്? ജർമ്മനിയുടെ ഒരു കാരണമാണ് സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടാകുന്നത്. ഓക്കെ, ജർമ്മനിയെ വേഴ്സോ പാക്റ്റ് അടിച്ചേൽപ്പിക്കുകയും ഒരുപാട് ഹിറ്റ്ലറിൻ്റെ പലതരം നയങ്ങളും എല്ലാമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ച കാരണം. വേഴ്സോ പാക്റ്റ് ഉടമ്പടിയുടെ ശില്പികളാരാണ്? വേഴ്സോ ഉടമ്പടിയുടെ ശില്പികളാരാണെന്ന് ചോദിച്ചാൽ ലോയിഡ്, ക്ലെമൻസോ, വൂഡ്രോ വിൽസൺ എന്ന് പഠിക്കാം. ഓക്കെ, ഡേവിഡ് ലോയിഡ് ജോർജ് എന്നാണ് പേര്. നമുക്ക് ലോയിഡ് എന്ന് പഠിക്കാം. ലോയിഡ്, ക്ലെമൻസോ, വൂഡ്രോ വിൽസൺ, ഇവർ 3 പേര് ചേർന്നാണ് വേഴ്സായ് ഉടമ്പടി തയ്യാറാക്കിയത്. അപ്പോൾ 1939 മുതൽ 45 വരെയുള്ള സെക്കൻഡ് വേൾഡ് വാറിലേക്കാണ് ലോകം പോയത്. വേഴ്സായ് ഉടമ്പടിയുടെയൊക്കെ പരിണത ഫലമായിട്ടാണ് ഇത് നടക്കുന്നത്. ലോയിഡ്, വൂഡ്രോ വിൽസൺ, ക്ലെമൻസോ. ലോയിഡ് UK കാരനാണ്, ഇംഗ്ലണ്ടുകാരനാണ്. ക്ലെമൻസോ ഫ്രാൻസുകാരനാണ്. വൂഡ്രോ വിൽസൺ US കാരനാണ്. US പ്രസിഡൻ്റായിരുന്നു വൂഡ്രോ വിൽസൺ. ഓക്കെ, അടുത്തത് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പരാജയം. ലീഗ് ഓഫ് നേഷൻസ് പരാജയപ്പെട്ടു. രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും പരിഹരിക്കാനോ സമാധാനം നിലനിർത്താനോ ഒന്നും ഈ 1920 ജനുവരി 10 രൂപീകരിച്ച സർവ്വരാജ്യ സഖ്യത്തിന് കഴിഞ്ഞില്ല. ഓക്കെ, ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും, അത് നമ്മളിപ്പോൾ പറഞ്ഞ ജപ്പാൻ, ഇറ്റലി, ജർമ്മനിയും ഇറ്റലിയും ഓൾറെഡി ഒരേ ടീമായിരുന്നു. ഇതിൽ ജപ്പാനും കൂടെ വന്നു. ഓക്കെ, ജപ്പാനും ഇറ്റലിയും ജർമ്മനിയും ആക്രമണ പരമ്പരകളുമായി മുന്നോട്ട് പോയപ്പോൾ നടപടി എടുക്കുന്നതിൽ സർവ്വരാജ്യ സഖ്യം പരാജയപ്പെട്ടു. ഓക്കെ, അങ്ങനെ വീണ്ടും സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചു. നേരത്തെ ഉണ്ടായിരുന്നത് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമാണ്. ഓക്കെ, അച്ചുതണ്ട് ശക്തികൾ ആക്സിസ് പവേഴ്സിൽ ആരാണുള്ളത്? ജപ്പാൻ, ഇറ്റലി, ജർമ്മനി. അപ്പോൾ ആക്സിസ് എന്താണ്? ജപ്പാൻ, ഇറ്റലി, ജർമ്മനി. സഖ്യശക്തികൾ അലൈഡ് പവേഴ്സ് എന്ന് പറയും. അത് ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ് ആണ്. ഇത് ഓർത്തിരിക്കാൻ സഖ്യശക്തികൾ മാത്രം പഠിച്ചു വയ്ക്കാൻ പറ്റത്. അപ്പോൾ ഇവരല്ലാത്തതാണെന്ന് ഓർത്തിരിക്കാമല്ലോ. സഖ്യശക്തികളെ നമ്മൾ സഖ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിയായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന സദ്യ, അതുപോലൊരു വാക്കല്ലേ സദ്യ എന്ന് ഓർത്ത് വെച്ചാൽ സദ്യ ഉണ്ടാക്കുന്ന ആൾ നമുക്ക് ഷെഫല്ലേ, ഷെഫ്. അപ്പോൾ നമുക്ക് സഖ്യശക്തികളെ നമ്മൾ സദ്യയായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ ഷെഫ് ചൈന, CH ചൈന, ഇംഗ്ലണ്ട്, F ഫ്രാൻസ്. ഷെഫ് എന്ന് ഓർത്ത് വെച്ചാൽ സഖ്യശക്തികളെ കിട്ടും. ഓക്കെ, അപ്പോൾ മറ്റേതാരാണ്? ജർമ്മനിയും ഇറ്റലിയും ഓൾറെഡി ഇവർക്കെതിരായിട്ടുള്ള ടീമിലുണ്ടാവുമല്ലോ, ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും എതിരായിട്ട്. അപ്പോൾ ജർമ്മനിയും ഇറ്റലിയും ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? നേരത്തെ ഉണ്ടായിരുന്ന ഓസ്ട്രിയയൊക്കെ പരാജയപ്പെട്ടു പോയി. അതെല്ലാം എല്ലാ രാജ്യങ്ങളും പങ്കിട്ടൊക്കെ എടുത്തു പോയി. ജപ്പാനാണ് പുതിയതായിട്ട് വന്ന ആക്സിസ് പവറിൽ വന്നത്. അച്ചുതണ്ട് ശക്തികളിൽ വന്ന ആരാണ്? ജർമ്മനിയും ഇറ്റലിയുടെയും കൂടെ ജപ്പാൻ. ജിഗ് എന്ന് ഓർത്ത് വയ്ക്കാം. സഖ്യശക്തി ഓർത്ത് വെച്ചാൽ മതി. സദ്യ എന്നോർത്ത് വെച്ചാൽ ഷെഫ് എന്ന് ഓർക്കാം. ചൈന, ഇംഗ്ലണ്ട്, ഫ്രാൻസ്. ഓക്കെ, പിന്നീട് സോവിയറ്റ് യൂണിയനും അമേരിക്കയും സഖ്യശക്തികളുടെ ഭാഗമായി. അതായത് ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കൂടെ USSRും USA കൂടെ വന്ന് ചേർന്നു. പക്ഷേ ആദ്യം തുടക്കത്തിൽ അവരില്ല. USSRും USAയും ഏതിൻ്റെ കൂടെ തന്നെയായിരുന്നു? സഖ്യശക്തികളുടെ കൂടെ. ഇംഗ്ലണ്ടിൻ്റെയും ഫ്രാൻസിൻ്റെയും കൂടെ തന്നെയായിരുന്നു. ചൈനയാണ് പുതിയതായിട്ട് വന്ന സഖ്യശക്തി. റഷ്യ പോയിട്ട് ചൈന വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു. ഇപ്പോൾ PSCയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.